എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഭവനങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ രാമായണ കഥകളിലാണല്ലോ മിക്കവാറും ഈ രാമായണ കാലത്ത്. രാമായണ മഹത്വം അല്ലെങ്കിൽ രാമായണ കഥയുടെ മഹത്വം നിസ്സംശയം പറയാം, വർണ്ണനാതീതമാണ്. ത്രേതായുഗം അവസാനിച്ച് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായി ഭഗവാൻ അവതരിച്ചപ്പോൾ പോലും ഭഗവാന് രാമസ്മൃതിയും രാവണ കഥകളുമൊക്കെ ഓർമ്മ വന്ന് വികാരം കൊണ്ട ഒരു മനോഹരമായ കഥയുണ്ട്. ഈ കഥ പലരും കേട്ടിരിക്കാനിടയില്ല. ഇന്ന് നിങ്ങളുമായി ഈ കഥ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. കണ്ണൻ്റെ ശൈശവകാലം. ഉണ്ണിക്കണ്ണന് ഉറങ്ങുന്നതിനായി അമ്മ യശോദ ദിവസവും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പുറത്തു തട്ടി കഥകൾ അങ്ങനെ പറയുമ്പോൾ അമ്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കണ്ണൻ അങ്ങനെ മൂളും. എന്നിങ്ങനെ മൂളി അമ്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഉറക്കം. അങ്ങനെയിരിക്കെ ഒരു ദിവസം പറഞ്ഞ കഥ ഇപ്രകാരമായിരുന്നു. രാമോ നാമ ബഭൂവ. പണ്ട് രാമൻ എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. ഇപ്പം കണ്ണനുടനെ തന്നെ ആ റെസ്പോൺസ്, പ്രതികരണം അറിയിച്ചു. രാമോ നാമ ബഭൂവ തദബലാസീതേപി. അവൻ്റെ പെണ്ണായിട്ട്, അവൻ്റെ ഭാര്യയായിട്ട് സീത എന്നൊരുവളും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണനിങ്ങനെ മൂളുന്നുണ്ട്. തൗ പിതുർവാച പഞ്ചവടീവനേ വിഹരത. യശോദ കഥ അങ്ങനെ തുടരുകയാണ്. തൗ അവരിരുവരും പിതുർവാച അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിനായി പഞ്ചവടീവനേ വിഹരത. പഞ്ചവടി എന്ന പേരുള്ള ഒരു വനത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. താമഹരത് രാവണ. അപ്പോൾ ഒരു രാവണൻ എന്ന പേരായ ഒരു രാക്ഷസൻ അവളെ കട്ടുകൊണ്ടുപോയി. ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? കഥയായിട്ട് പറയുന്നത് ഉണ്ണിക്കണ്ണനെ ഉറക്കാൻ വേണ്ടി പറഞ്ഞ കഥകളാണ്. നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ഓംകാരധശൃണ്വത. അമ്മ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞ ഈ കഥ എന്നിങ്ങനെ മൂളി മൂളി കേട്ടുകൊണ്ടിരിക്കെ ഈ കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. നിദ്രാർത്ഥം ജനനീ കഥാമിതി ഹരേ ഓംകാരധശൃണ്വത സൗമിത്രേ ക്വ ധനുർധനുർധനുരിതി. ഉടനെ ചാടി എണീറ്റിട്ട് പറയുന്നത് എന്താണ്? സൗമിത്രേ, എടാ ലക്ഷ്മണ, എവിടെ എവിടെ നമ്മൾ വില്ലെവിടെ, വില്ലെവിടെ, വില്ലെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വ്യഗ്രാധരേ പദുമം. അങ്ങനെ വ്യഗ്രത പൂണ്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് കഥയുടെ അവസാനം. ഈ രാമായണ കാലത്ത് നമ്മൾക്ക് രാമമാഹാത്മ്യം വെളിവാക്കാൻ ഉതകുന്ന ഈ കഥ
അനുസ്മരിക്കാം. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യഗ്രാത് ഹരേ പാതുമാം, നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോഹരമായ ഈ കഥ അവസാനിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.